നമസ്കാരം മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്രീത് പണിക്കരാണ് കൂടെയുള്ളത്. സർ നമസ്കാരം. നമസ്കാരം. എമ്പുരാനാണ് ചർച്ചാ വിഷയം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എമ്പുരാനാണ്. ഒരുപക്ഷെ ഇനി ഒന്നോ രണ്ടോ ദിവസത്തേക്കും എമ്പുരാൻ ചർച്ച എയറിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, ഗോദ്രയിൽ ട്രെയിൻ കത്തിക്കുന്നു. 19 പേരുന്ന കർഷകർ മരിക്കുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ആഹ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. അവിടെ ബിൽക്കിസ് ബാനു, കൗസബ് ബാനു അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കുന്നു. സർ, എന്റെ ചോദ്യം, ആഹ് സാറും ഞാനുമൊക്കെ ഞാൻ പത്രപ്രവർത്തകയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാനും എന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും പറയാൻ എന്റെ രാജ്യത്തെ ഭരണഘടന എനിക്ക് അനുവാദം നൽകുന്നുണ്ട്. സാറും അതേ മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലപാടുകൾ പറയുകയും ഇഷ്ടമില്ലാത്തതിനോട് വിസമ്മതിക്കുകയും ഇഷ്ടമുള്ളവരോട് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സർ, ആരാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വിവാദമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ഗോത്ര മുതൽ തുടങ്ങണം എന്ന് പറയുന്ന ഒരു വിവാദം. അതല്ല, ഞങ്ങൾ ഗുജറാത്ത് കലാപത്തിന് പ്രൊമിനൻസ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം. ആരാണ് സാർ ഇത് തീരുമാനിക്കേണ്ടത്? ഇത് പൂർണ്ണമായും ആ കലാസൃഷ്ടി നടത്തുന്ന സംവിധായകന്റെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ മാത്രം സമ്മതം മാത്രം പോരെ അതിന്? നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുജ, സിനിമയെ സിനിമയായിട്ട് കാണണം എന്നല്ല ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മാർഗം എന്നത് സിനിമയാണ് എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തീം ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്ക് റെക്കോർഡ് ചെയ്യുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും എല്ലാമുള്ള അവകാശം നമ്മുടെ നാട്ടിൽ ഇത് നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും സെൻസർഷിപ്പ് എന്നൊരു സംവിധാനം എന്തിനാണ് അതിന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് അബ്സല്യൂട്ട് അല്ല എന്നതുകൊണ്ടാണ്. അതായത് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ പോലും അതിന് നമ്മുടെ നാട്ടിലുള്ള കുറേയധികം നിയമങ്ങളുമായിട്ട് ഇത് ചേർന്ന് പോകണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള തീമാണ് ഇതിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാറ്റഗറി ആയിട്ട് ഒരു സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കും. ആ സിനിമയിൽ സ്ത്രീകളോട് വയലൻസ് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ആനിമലിനെ ഹർട്ട് ചെയ്തിട്ടുണ്ടോ, CGI ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഡിസ്ക്ലൈമറുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് തുടങ്ങിയ രംഗങ്ങളൊക്കെ തന്നെ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഡിസ്ക്ലൈമറുകളൊക്കെ തന്നെ അതിൽ കൊടുക്കുക എന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ് എന്നോ, ഈ സിനിമയുടെ മേക്കിങ്ങിൽ ഒരു ആനിമലിനെയും ഹർട്ട് ചെയ്തിട്ടില്ല എന്നോ, മദ്യപാനവും പുകവലിയും ഒക്കെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊരു ഡിസ്ക്ലൈമർ നമ്മളൊരു കഥാവതരണം കാണുന്ന സമയത്ത് അതിലുണ്ട് എങ്കിൽ പൂർണ്ണമായിട്ടും സിനിമയെ സിനിമയായിട്ടല്ല നമ്മൾ കാണുന്നത്, മറിച്ച് അത് ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ സ്വീകരിച്ചേക്കാം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വാർണിംഗ് ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ പകർത്താൻ പാടില്ല തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ലീഗലായിട്ടുള്ള ചില എന്താ നമ്മൾ പറയുന്നത് ചില കാര്യങ്ങളിൽ ഇവർക്ക് ഒരു കംപ്ലയൻസ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ തന്നെയുമല്ല, നമ്മുടെ ഈ സിനിമ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിനെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെയോ വില്ലനൈസ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് പറയുന്നതെങ്കിൽ അതിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 1984 ഉണ്ടായിരുന്ന ആൻറ്റി സിഖ് റൈറ്റ്സ്. സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുന്നു. അപ്പോൾ സിഖുകാരെ യാതൊരു വിധത്തിലുള്ള കാരണവുമില്ലാതെ കൂട്ടക്കൊല ചെയ്യുന്നു. നിരപരാധികളായിട്ടുള്ള നിരവധി ആൾക്കാർ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളൊരു സിനിമയായിട്ട് ചിത്രീകരിക്കുന്നു. അപ്പോൾ അതിൽ റിവെഞ്ച് തോന്നുന്ന ഒരു സിഖ് പയ്യൻ, ആ പയ്യൻ പിന്നീട് മറ്റു ചില പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വേണമെങ്കിൽ ഖാലിസ്ഥാൻ പ്രവർത്തനത്തിലൊക്കെ പോകുന്നു. അതിനുശേഷം അവൻ തിരിച്ചു വന്നിട്ട് തനിക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനോട് മോശമായി പല കാര്യങ്ങളും ചെയ്ത ആൾക്കാർക്കെതിരെ ഒരു നീതി നടപ്പാക്കലാണ് എന്ന അർത്ഥത്തിൽ അവരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിലുള്ള ജസ്റ്റിസിന് വിധേയമാക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സിനിമ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇന്ന് എമ്പുരാനെ വാഴ്ത്തുന്ന ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും? നോക്കൂ, 1984 ആൻറ്റി സിഖ് റൈറ്റ്സ് എന്ന് പറയുന്നത് അന്നല്ല തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായിരുന്ന ഒരു ഇമ്പൾസീവ് റിയാക്ഷനാണ് പിന്നീട് ഉണ്ടായത് എന്ന് പറയും. രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട്, വൻമരങ്ങൾ വീഴുന്ന സമയത്ത് ഭൂമി പ്രകമ്പനം കൊള്ളും എന്ന പ്രസ്താവനയുണ്ട്. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഹമാസ് നേരിടുന്ന ആക്രമണം അല്ലെങ്കിൽ പാലസ്തീനിൽ ഉണ്ടാകുന്ന ആക്രമണം, ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഭവത്തിനെയും അതിലൊരു സ്റ്റോറിയെയും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് നമ്മളൊരു കഥാവതരണം നടത്തുകയാണ് എങ്കിൽ ഇത് 2022 ഒക്ടോബർ 7 ശേഷമുള്ള കാര്യം, 23 ഒക്ടോബർ 7 ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിമർശനം അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു, ആ സംഭവത്തിനെ തുടർന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നു, അത് സത്യസന്ധത എന്നത് ആ ഒരു സിനിമ മേക്കിങ്ങിലേക്ക് വരുന്നത് അതിനു മുമ്പുള്ള സംഭവങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു ബാലൻസ് കൊടുക്കുന്നതിലാണ് എന്നാണ്.
പൂർണ്ണമായിട്ടും ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു കഥയാണ് എങ്കിൽ ഇതിനൊന്നും തന്നെ പ്രസക്തിയുമില്ല. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു ആഖ്യാനത്തിനെ നമ്മൾ പുനരാഖ്യാനം നടത്തുന്ന സമയത്ത് അതിനൊരു ടോട്ടൽ ബാലൻസ് കൊടുക്കേണ്ടുന്നത് ഒരു കലാകാരൻ്റെ ഉത്തരവാദിത്തമാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം പ്രധാനമാണ്. ഒന്ന്. രണ്ട്, വിമർശിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമ എന്ന കലാരൂപത്തിനെ കണ്ടതിന് ശേഷം വിലയിരുത്തി ഒരു അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പ്രേക്ഷകർക്കുണ്ട് എന്നത് മറന്നു പോകാൻ പാടില്ല. അതായത് ഒരു ഭാഗത്തിന് മാത്രം കിട്ടുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, മറുഭാഗത്തിന് കിട്ടുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി ഇതിലുണ്ട്. അപ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണുക എന്ന് പറയുമ്പോൾ ആരൊക്കെ സിനിമയെ സിനിമയായിട്ട് കാണണം? ഇതിൻ്റെ മേക്കേഴ്സ് സിനിമയെ സിനിമയായിട്ടാണോ കണ്ടത്? ഇതിൻ്റെ മേക്കേഴ്സ് ചരിത്രപരമായിട്ടുള്ള സംഭവത്തിനെ ചരിത്രപരമായിട്ടുള്ള സംഭവമായിട്ടാണോ കണ്ടത്? അതിലെ പൂർണ്ണമായിട്ടുള്ള ഒരു ബാലൻസ് അവർ കണ്ടോ ഇല്ലയോ? അപ്പോൾ ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല, ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുകയുള്ളൂ, സിനിമയെ ഈ രീതിയിലാണ് ഞങ്ങൾ സിനിമയായിട്ട് കാണുന്നത് എന്ന് മേക്കേഴ്സ് പറഞ്ഞാൽ സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് അവരോട് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഏതൊരു കാര്യത്തിനെയും ഇങ്ങനെ ഡെപിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിമർശനം ഉണ്ടാകും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് തന്നെ നായകനായിട്ട് ഒരു സിനിമ വരുന്നു എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ വലിയൊരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്ററായിട്ട് കാണിക്കാൻ നിൽക്കുന്ന സമയത്ത് ചരിത്രപരമായിട്ടുള്ള ചില ഫാക്ടറുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഉമാശങ്കർ ദീക്ഷിത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം തന്നെ പാർലമെന്റിൽ പ്രസ്താവിച്ചതാണ് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അത് സ്വാതന്ത്ര്യ സമരമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ അതിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരല്ല എന്നും അതുകൊണ്ട് തന്നെ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പരിഗണിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിരിക്കുന്ന ഒരു ചരിത്ര വസ്തുതയുണ്ട്. അപ്പോൾ വാര്യംകുന്നനെ നമ്മൾ ഹീറോ ആയിട്ട്, ഒരു വാർ ഹീറോ ആയിട്ട്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് ചിത്രീകരിച്ചാൽ അത് ചരിത്രപരമായിട്ടുള്ള അനീതിയാണ്. ഇനി യാഥാർത്ഥ്യവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഇത് ഞങ്ങളുടെ കഥയാണ് എന്ന രീതിയിലത്തേക്കാണ് ഇവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയല്ല, ഇത് അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് ഓൾറെഡി സെൻസർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ചിരുന്ന സാധനമുണ്ട്, സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇത് അവർ കണ്ടിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആന്റണി പെരുമ്പാവൂർ വിവാദം ഉണ്ടായതിനു ശേഷം പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇത് സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടായ റീസെൻസറിങ് അല്ല, പകരം ഞങ്ങൾക്ക് തോന്നി അത് തിരുത്തണമെന്ന് തോന്നി എന്നുള്ളതാണ്. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ടീമിനെ നമ്മൾ മാനിക്കുന്നു. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ഇവിടെ ഇതിനെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്തില്ല, അത് പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്. അതിന് ഇങ്ങനത്തെ ഒരു പെർസെപ്ഷൻ ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇപ്പോഴും ഈ രീതിയിൽ തന്നെ ഒരു എഡിറ്റിംഗും ഇല്ലാതെ 17ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്യാതെ 2 മിനിറ്റോളം മാറ്റാതെ ഇവിടെ തുടരുമായിരുന്നു. അപ്പോൾ പ്രശ്നം വന്നത് ഈ ആളുകൾ, ഇപ്പോ ഞാൻ പറഞ്ഞ മുരളി ഗോപിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താൻ വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല, അത് ആർക്കും താല്പര്യമില്ല. മുരളി ഗോപി തുടക്കത്തിൽ, സാർ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, തുടക്കത്തിൽ ആ കാണിക്കുന്ന ഏരിയയിലെല്ലാം ഗോദ്ര ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത നിമിഷത്തിലാണ് ഇത് വരുന്നത്. അപ്പോ തീരെ ഗോദ്ര ട്രെയിൻ കത്തിക്കലിനെ കാണിച്ചിട്ടില്ല എന്നത് വാദം നിലനിൽക്കുന്ന ഒന്നല്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഒരു ആരാണ്, ഇപ്പം ഇവർ പറയുന്നുണ്ട് ഞങ്ങളാരും നിർബന്ധിക്കുന്നില്ല, ഞങ്ങളോട് ആരും സമ്മർദ്ദം ചെലുത്തുന്നില്ല, പക്ഷേ ഇവിടെ പ്രതിഷേധം ഉണ്ടായ സമയത്താണ് ഞങ്ങൾ ഇത് റീസെൻസർ ചെയ്യാമെന്നൊരു വന്നത്. അപ്പൊ കർത്തൃത്വം ഇല്ലാത്ത ഒരു ഭീഷണി, ഒരു പാട്രണേജ് ഇല്ലാത്ത ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. തത്വത്തിൽ സാങ്കേതികതയിൽ അവിടെ RSSന്റെയോ അല്ലെങ്കിൽ ഹിന്ദുത്വ ചട്ടങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ ഭീഷണിയില്ല, പക്ഷേ റീസെൻസറിങ് നടക്കുകയും ചെയ്തു. അതൊരു പ്രതിസന്ധിയല്ലേ അങ്ങനെ നോക്കിയാൽ? അല്ല, സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ മേക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള ആൾക്കാർ വന്ന് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതിൽ സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എന്നവർ പറയുന്നത് സത്യമല്ല എന്ന് നമുക്കറിയാം. സമ്മർദ്ദം ഉണ്ടാകുന്നത് ഇപ്പോൾ ഭീഷണി സ്വരത്തിൽ വന്നെങ്കിൽ മാത്രമേ അതിലൊരു പ്രശ്നമുള്ളൂ. മറിച്ച് സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായി സിനിമ കണ്ടിരിക്കുന്ന, സിനിമയുടെ തീമിനെ പറ്റി അറിയുന്ന ആൾക്കാർ വിമർശനാത്മകമായി അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാൻ സിനിമക്കാരും ബാധ്യസ്ഥരാണ്. അതല്ലാതെ ഇത് വൺ വേ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് സിനിമ കാണാനായിട്ട് നിങ്ങൾ എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിന്റെ സംവിധായകനും മറ്റുള്ള ആൾക്കാരും ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്ത്, ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്ത് അവർ നിങ്ങൾ വരൂ ഈ സിനിമ കാണൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻവൈറ്റ് കിട്ടിയതിന് ശേഷം സിനിമ പോയി കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നു, അത് സോഷ്യൽ മീഡിയ വഴി എത്തിക്കുന്നു, ഇവന്റുകൾ നടത്തി എത്തിക്കുന്നു, മാധ്യമങ്ങൾ വഴി എത്തിക്കുന്നു. അങ്ങനെ അവരെ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളിൽ കൂടി അവരത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചിട്ടാണ് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവരും വിമർശിക്കുന്നവരും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നു, അവരൊരു വിമർശനം പറയുന്നു, അതൊരു വലിയ സമ്മർദ്ദമായിട്ട് അവരുടെ മേലുണ്ടാകുന്നു. തന്നെയുമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബാലൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ഗോത്ര ഇൻസിഡന്റ് അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടുന്നത് ഈ രണ്ട് സാധനം, ഞാൻ ഉപയോഗിച്ച വാക്ക് ബാലൻസ് എന്നാണ്, അല്ലാതെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മളൊരു ആദ്യത്തെ അരമണിക്കൂറിൽ ബഹുഭൂരിപക്ഷം ഒരു വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് കാണിക്കുന്നത് എങ്കിൽ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ ഇൻസിഡന്റ് ആണോ അതോ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹെവിലി ടിൽറ്റഡ് ടു രണ്ടാമത്തെ ഇൻസിഡന്റ്. അവിടെയാണ് ഞാൻ കണ്ട പ്രശ്നം, അവിടെയാണ് ഞാൻ അതിൽ കാണുന്ന പ്രശ്നം. അതായത് നിങ്ങളിത് ബാലൻസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും റിവെഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കഥാപാത്രം ഉണ്ടാകുന്നു, അതെല്ലാം പൂർണ്ണമായി ഫിക്ഷനാണ്. ആ ഫിക്ഷനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. പക്ഷേ ചരിത്രപരമായിട്ടൊരു കാര്യത്തിനെ കാണിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ വാര്യംകുന്നന്റെ ഉദാഹരണം പറഞ്ഞത്, ചരിത്രപരമായിട്ട് നമ്മളതിനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ നീതി പുലർത്തുന്ന സാഹചര്യങ്ങളല്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ശ്രീ വിനയൻ്റെത്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. പക്ഷേ ആ സിനിമ വരുന്ന സമയത്ത് ആ സിനിമയുടെ പ്രൊമോയുടെ ഭാഗമായിട്ട് പോലും നങ്ങേലി എന്ന് പറയുന്ന കഥാപാത്രം ശരിയായിട്ടുള്ള ചരിത്രാഖ്യാനമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ അതിനെതിരെ പ്രതികരിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തങ്കേലി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കഥാപാത്രമല്ല, അതിനെ ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇല്ല. അപ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സിനിമ കാണിക്കുമ്പോൾ അതിൽ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ ആധികാരികമാണ് എന്ന രീതിയിലത്തേക്ക് സമർത്ഥിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ആഖ്യാന രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ കാണിക്കുകയാണ് എങ്കിൽ ഈക്വൽ വയലൻസ് നിങ്ങൾക്ക് കാണിക്കാമല്ലോ. ഇപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തിനെ അതിൻ്റെതായ രീതിയിൽ കാണിക്കുകയും അല്ലാതെ ടൈറ്റിൽ പോകുന്ന സമയത്തോ ഏതെങ്കിലും പത്ര കട്ടിങ്ങുകളോ കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് എത്ര ആംപ്ലിഫൈഡ് ആയിട്ടാണോ അതിന് പറ്റുന്ന രീതിയിലത്തേക്ക് അത് കാണിക്കാം. അതല്ല എങ്കിൽ അത് വൺ ഡയറക്ഷണലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ആരെയെങ്കിലും ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെ നമ്മൾ ആ രീതിയിലത്തേക്ക് വില്ലനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ബാക്കി വരുന്ന ഫിക്ഷനായിട്ടുള്ള ഒരു ഭാഗത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുണ്ടായിരിക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് സിനിമക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ എഡിറ്റിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഭീഷണി ഉണ്ടാവില്ല. ഇപ്പോൾ സമ്മർദ്ദം കിട്ടിയതിന് ശേഷം അവർക്ക് അത് തെറ്റാണെന്ന് തോന്നി അവർ തിരുത്തുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ നമുക്കിതിനെ ഒരു സംഘപരിവാർ ഭീകരത എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഒരു ഭീഷണി ഉണ്ട് എങ്കിലാണ്. പക്ഷെ ഭീഷണി ഉണ്ടെന്ന് അവർ പറയുന്നില്ല. അവർ പറഞ്ഞ അവർ സ്വമേധയാ ഇത് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ എഡിറ്റ്സ് വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഞാനിതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഒരു സിനിമ എന്ന് പറയുന്നത് ആരുടെ പ്രോഡക്റ്റാണ്? ഒരു ടീം വർക്ക് ആണെങ്കിലും അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതിന്റെ സംവിധായകനാണ്. അപ്പോൾ സംവിധായകന് അതിനുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട 24 എഡിറ്റ് എന്തോ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ടൈമിലേക്ക് നോക്കുന്ന സമയത്ത് ശരിയാണ്, 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ തന്നെ ടൈം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഓരോ സീക്വൻസിൽ 3 സെക്കൻഡ് 2 സെക്കൻഡ് 8 സെക്കൻഡ് എന്ന് പറഞ്ഞ് 24 ഇടത്തോ മറ്റോ ആണ് കഥയുമായി ബന്ധപ്പെട്ട്. ടൈറ്റിൽ ക്രെഡിറ്റുകളിലോ താങ്ക്സ് കാർഡുകളിലോ ഒക്കെ ഉള്ള എഡിറ്റുകൾ വേറെയുണ്ട്. അതല്ലാതെ ഇത്രത്തോളം എഡിറ്റ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് അതിൽ മ്യൂട്ട് ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റിമൂവ് ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു ഫ്ലാഷിൽ മാത്രം ഒതുക്കേണ്ടുന്ന ഭാഗങ്ങളുണ്ട്, വളരെ എക്സ്റ്റെൻസീവായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ചില ഭാഗങ്ങളുടെ പകുതി മതി എന്ന നിർദ്ദേശം ഇപ്പോൾ അവരുടെ തന്നെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇത് 2 രീതിയിലാണ്. ഒന്ന്, വോളണ്ടറി ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ചില കാര്യങ്ങൾ. 2, ഈ നാട്ടിലെ നിയമങ്ങളോട് ഞങ്ങൾ സഹകരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ദർ ഇസ് എ പ്രോബ്ലം എന്ന ഒരു ചിന്ത ഈ സിനിമയുടെ മേക്കേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ആ എഡിറ്റിലേക്ക് പോകുന്നു. അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ ആ ഉത്തരം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ്, അതായത് ബാലൻസ് വേണമെന്ന് സാർ പറയുന്നുണ്ട്. ഗോദ്ര ട്രെയിൻ കത്തിക്കലായിക്കോട്ടെ, അതിലൂടെ ഒരു ബാലൻസ് വേണം എന്ന് പറയുന്നുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളിലും ബാധകമാണല്ലോ. അത് ഏത് മതസ്ഥർ ചെയ്താലും ചരിത്രപരമായി ആരെന്ത് സാധനം പറഞ്ഞാലും അതിൽ ഉണ്ടാവണം എന്നുള്ളതിനകത്ത് താങ്കൾക്ക് തർക്കമൊന്നുമില്ല. ഇപ്പൊ താങ്കൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പൃഥ്വിരാജാണ് സിനിമയുടെ ഉദയൻ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് പൃഥ്വിരാജാണ് പൂർണ്ണമാർത്ഥത്തിൽ സിനിമയുടെ സംവിധായകന്റെ കലയാണ് സിനിമ എന്നും പറയും. പക്ഷെ സാർ ഇവിടെ ഞാൻ കണ്ടതും നമ്മൾ കേൾക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളിൽ പൃഥ്വിരാജിനെ മാത്രം കോർണർ ചെയ്യുന്ന ഒരു രീതിയിലുള്ള അറ്റാക്ക് വരുന്നത് ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അതായത് കഥ എഴുതിയത് മുരളി ഗോപിയാണ്. പക്ഷേ വിമർശനങ്ങൾ ഒരിടത്തും മുരളി ഗോപിയുടെ പേരുകളില്ല. മോഹൻലാൽ സിനിമ കണ്ടില്ല എന്ന രീതിയിലാണ് മേജർ രവി ആദ്യം പറഞ്ഞത്. പിന്നീട് അത് തിരുത്തുകയും കുറച്ചു മുൻപ് ആന്റണി പെരുമ്പാവൂർ തന്നെ വന്ന് മേജർ രവിയെ തള്ളുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടീം വർക്ക് കൂടിയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് അത് പൃഥ്വിരാജിലേക്ക് മാത്രമായി ആക്ഷേപങ്ങൾ ഒടുങ്ങുകയും പൃഥ്വിരാജിന്റെ ഭാര്യ ഒരു അർബൻ നക്സൽ ആണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് സത്യത്തിൽ അതിനെ നമുക്ക് നീതീകരിക്കാൻ പറ്റുമോ?
പൃഥ്വിരാജിന്റെ കുടുംബത്തിനെ ഇതിന്റെ പേരിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പൃഥ്വിരാജിന്റെ ഭാര്യ അർബൻ നക്സലാണോ ഇല്ലയോ എന്നൊന്നും തന്നെ ഇവിടെ ആരും തന്നെ അത് റേറ്റ് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം പോലും അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇനി ആദ്യം ഈ സിനിമ എക്സാക്ട്ലി. ഇറങ്ങുന്ന സമയത്ത് എന്തോ ആളറിഞ്ഞ് കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടു എന്നതിനപ്പുറത്തേക്ക് സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ അതിന്റെ എനിക്ക് ഹാപ്പനല്ലേ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ മകൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന തീർച്ചയായിട്ടും സമയത്ത് ഇപ്പൊ നമ്മൾ അതിലെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ പ്രതികരിച്ചേക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിമർശന വിധേയമാകുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അതിൽ പൃഥ്വിരാജിന്റെ ഭാര്യയൊന്നുമില്ല. ഉം. അല്ലാത്ത ആൾക്കാർ മാത്രമാണ്. അതായത് സിനിമയുടെ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം. പക്ഷെ വിമർശിക്കുമ്പോൾ പോലും അത് മാന്യമാകണം. ഇപ്പൊ ഉദാഹരണത്തിന് പൃഥ്വിരാജിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ അമ്മയാണോ ഈ സിനിമയെ പറ്റി അഭിപ്രായം പറയേണ്ടത്? അല്ല, പൃഥ്വിരാജാണ് പറയേണ്ടത്, മുരളി ഗോപിയാണ് പറയേണ്ടത്, മോഹൻലാലാണ് പറയേണ്ടത്, ആന്റണി പെരുമ്പാവൂരാണ് പറയേണ്ടത്, ഗോകുലം ഗോപാലനാണ് പറയേണ്ടത്, ഇവരാണ് പറയേണ്ടത്. അതല്ലാതെ അത് പറയേണ്ടത് പൃഥ്വിരാജിന്റെ അമ്മയല്ല, മോഹൻലാലിന്റെ സുഹൃത്തല്ല. അപ്പോൾ അതുകൊണ്ട് അവരാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് അവരാണ്. അപ്പോൾ അവരെ ഉടനെ അർബൻ നക്സൽ എന്ന് വിളിക്കുക, അമ്മായിയമ്മ മരുമോളെ നിലയ്ക്ക് നിർത്തുക എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്. നിന്ദ്യം എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതല്ല ഇവിടെ പ്രധാനം. പക്ഷേ ഇവിടെ കോറായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. പൃഥ്വിരാജിനെ കോർണർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശനം എന്ന് പറയുന്നത് ഒരിക്കലും കോർണറിംഗ് അല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ സംഘപരിവാർ ആശയത്തിനെ പൃഥ്വിരാജ് ഈ സിനിമ ഏകപക്ഷീയമായി പറഞ്ഞ് കോർണർ ചെയ്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനോട് പ്രതികരിക്കാനുള്ള അവകാശം സംഘപരിവാറിന് നിശ്ചയമായും ഉണ്ടാകേണ്ടതാണല്ലോ. അപ്പോൾ ആ പ്രതികരണം വരുന്ന സമയത്ത് ആ പ്രതികരണം കോർണറിംഗ് ആണ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയും കോർണറിംഗ് ആണ് എന്നുള്ള ഒരു അഭിപ്രായം നമ്മൾ പറയേണ്ടി വരും. ഞാൻ പറയുന്നത് പൃഥ്വിരാജ് എന്നയാള് അദ്ദേഹമാണ് ആ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞതും ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇട്ടതും. കടുവ എന്നൊരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കടുവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കന്മാരെയും മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു ഡയലോഗ് നായക കഥാപാത്രമായിട്ടുള്ള പൃഥ്വിരാജിന്റെ വായിൽ നിന്ന് തന്നെ ആ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ ഡയലോഗ് ഇങ്ങനെയാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് സിനിമയെ സിനിമയായിട്ട് കാണണമെന്നാണ്. അപ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണണമെങ്കിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാകുന്നത് മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്ന ഒരു കാര്യം, ഇത് ഫിക്ഷനാണ്, ഇത് പൂർണ്ണമായിട്ടും സിനിമയാണ് എന്ന് കരുതിക്കൊണ്ട് കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണമായും സിനിമ അങ്ങനെ അല്ല എന്നതുകൊണ്ടാണ് ചില ലീഗൽ ഡിസ്ക്ലൈമറുകളൊക്കെ തന്നെ സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവർ എന്തോ തെറ്റുകാരാണ് എന്ന രീതിയിലത്തേക്ക് അവർക്കും മറ്റുള്ള ആൾക്കാർക്കും തോന്നുന്ന രീതിയിലത്തേക്കുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു ഡയലോഗാണ്. വീണ്ടും നിന്ദ്യം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു റെസ്പോൺസിബിൾ ആർട്ട് വർക്കിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മളത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് ആ സമയത്ത് പലരും ഉപദേശിച്ചതാണ് സിനിമയെ സിനിമയായിട്ട് കാണണം. ആ സിനിമയിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന ഒരു നടൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് കമൻറ്റുകൾ ഇട്ടതാണ്, നോക്കൂ നിങ്ങൾ സിനിമയെ സിനിമയായിട്ട് കാണണം, അയ്യോ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പണിക്കരെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? സിനിമക്കാർ മുട്ടുകുത്തിയപ്പോൾ അതിൽ ആദ്യ ഖേദപ്രകടനം നടത്തുന്ന ആരാ? നായക കഥാപാത്രമായ പൃഥ്വിരാജ് അല്ല, സംവിധായകൻ ഷാജി കൈലാസാണ്. കാരണം ഹി ഓൺസ് ദ ഷിപ്പ്, ഹി ഈസ് ദ ക്യാപ്റ്റൻ. പുള്ളി പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏതാനും സെക്കൻഡുകൾക്കകം നായക കഥാപാത്രമായിട്ടുള്ള പൃഥ്വിരാജ് അതിനെ ഷെയർ ചെയ്തു. എന്നിട്ട് അതിനോടകം സോറി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, ഞങ്ങളത് മനസ്സിലാക്കുന്നു, വി അക്നോളജ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സോറി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിച്ചത് നായക നടനാണ്. ഇപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ സിനിമയിൽ ഓണർഷിപ്പ് എടുത്തിട്ട് ആദ്യം എന്തായാലും സിനിമ എഡിറ്റിന് പോവുകയാണെങ്കിൽ എന്തോ തെറ്റുപറ്റി എന്നാണല്ലോ അതിനർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരത് സ്വയം തിരുത്തുകയാണല്ലോ. അങ്ങനെ സ്വയം അവർ തിരുത്താൻ പോകുന്ന സമയത്ത് അവിടെ ഷാജി കൈലാസ് എന്താണോ കടുവ എന്ന സിനിമയിൽ കാണിച്ചത് അത് ആദ്യം ചെയ്യേണ്ടത് ആരാണ്? പൃഥ്വിരാജാണ്. വേണമെങ്കിൽ അതിനുശേഷം മോഹൻലാലിന് അത് ഷെയർ ചെയ്തതിന് ശേഷം ക്ഷമിക്കണം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ സംവിധായകൻ മിണ്ടുന്നില്ല. സംവിധായകൻ അവിടെ മിണ്ടാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ കടുവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അവരവരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായി എന്നിവരെല്ലാം സമ്മതിച്ച സമയത്താണ് രണ്ടാമത്തെ ഡിമാൻഡ് വരുന്നത്. രണ്ടാമത്തെ ഡിമാൻഡ്, നിങ്ങൾക്കിത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പ്രദർശിപ്പിക്കുമ്പോൾ ഈ ഡയലോഗ് എന്തിനാണ് ഈ സിനിമയിൽ, എന്തിനാണെന്നുള്ള ചോദ്യം നമ്മളൊക്കെ തന്നെ ചാനലുകളിൽ അടക്കം ഇരുന്ന് ചോദിച്ച ചോദ്യമാണ്. അന്നേരവും ഈ സിനിമയുമായി സഹകരിക്കുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞത് ഇത് ഓവർ സ്ട്രെച്ചിങ് ആണ്. അവരത് അക്നോളജ് ചെയ്തു. നിങ്ങൾ ഇനി എന്തിനാണ് അറ്റാക്ക് ചെയ്യാനുള്ള പാടാണോ എന്ന് ചോദിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം ഇവര് പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നു. അതായത് സിനിമയെ സിനിമയായിട്ട് കാണൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ അവസാനം പത്രസമ്മേളനം വിളിച്ചു. ആരാ വിളിച്ചത്? വിളിച്ചത് ഷാജി കൈലാസ് ആണ്.
പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് നായക നടനായിട്ടുള്ള പൃഥ്വിരാജാണ്, ഷാജി കൈലാസാണ്, അതിൻ്റെ എഴുത്തുകാരനാണ്, അതിൻ്റെ നിർമ്മാതാവാണ്. ഇവരെല്ലാം ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുത്തതിന് ശേഷം അവർ അപ്പോളജൈസ് ചെയ്യുക മാത്രമല്ല, ഞങ്ങൾ ഇതിൽ എഡിറ്റ് വരുത്താൻ പോവുകയാണ്, ഈ പ്രസ്തുത ഡയലോഗ് മ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്, ഇന്ന് രാത്രി മുതൽ ഇനി പ്രദർശിപ്പിക്കുന്ന വേർഷനിൽ മ്യൂട്ടഡ് ആയിരിക്കും ഈ ഡയലോഗ് എന്ന് പറഞ്ഞു. OTT-യിൽ വരുമ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഓവർസീസിലേക്ക് വേറൊരു പ്രോസസ്സാണ്, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇത് അപേക്ഷിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞു. ഇന്നും OTT-യിൽ ആ ഭാഗം മ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇത് സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ അന്നും വേണമെങ്കിൽ അവർക്ക് പറയാം കോർണർ ചെയ്യുന്നു, സിനിമയായിട്ട് കാണുന്നില്ല, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അതിനൊരു രീതിയുണ്ട്. സംവിധായകൻ പറഞ്ഞ് മറ്റുള്ള ആൾക്കാർ സഹകരിച്ച് ഒരു ടീം എഫേർട്ട് ആണെന്ന രീതിയിലേക്ക് വരുന്നു. ഇന്ന് നായക നടൻ മാത്രം അതിൽ അപ്പോളജൈസ് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകുന്നില്ല. ഇന്ന് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന അതിൻ്റെ നിർമ്മാതാവ്, അതിൻ്റെ നിർമ്മാതാവ് വന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്ന സമയത്തും മുരളി ഗോപിക്കും ഇതേ അഭിപ്രായം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താ മുരളി ഗോപിക്ക് നാക്കില്ലേ? മുരളി ഗോപിക്ക് പറഞ്ഞുകൂടെ? മുരളി ഗോപിക്ക് മനസ്സിലാക്കുകയാണോ ഇത്രയും നാൾ നടന്നതിന് ശേഷം ആന്റണിയെ പോലുള്ള ഒരു നിർമ്മാതാവ് ഇത് മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ അതൊരു ഡിവൈഡഡ് ഹൗസ് ആണെന്നുള്ള ഒരു തോന്നലാണ് ആൾക്കാർക്ക് ഉണ്ടാവുക. അതായത് ഈ ടീമിന് വേണ്ടി ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മോഹൻലാൽ മാത്രം വന്ന് അപ്പോളജൈസ് ചെയ്യുകയും മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കടുവ എന്ന സിനിമയിൽ നിങ്ങൾ കാണിച്ചിരുന്ന അപ്രോച്ച് ഇതല്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം ജസ്റ്റിഫൈഡ് അല്ലേ? ഇത് 2.5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെട്ട സംഭവമാണ്, പൃഥ്വിരാജിനെ അതെല്ലാം അറിയാവുന്നതാണ്. എന്നിട്ട് അത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കോർണറിംഗ് അല്ല. കോർണറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വിരട്ടണം അല്ലേ? നീ ഇനി ഇത് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കണം, പുള്ളിയുടെ വീട്ടിലേക്ക് പോയി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണം, കല്ലെറിയണം. അതൊന്നും നടന്നിട്ടില്ലല്ലോ, അതൊന്നും നടക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ കേവലം ഒരു ഇരവാദമായിട്ട് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പുറത്ത് എത്രയോ സിനിമകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മേക്കേഴ്സിനെ ആക്രമിക്കുന്നത് ഉൾപ്പെടെ, അവരുടെ വീടുകളൊക്കെ ആക്രമിക്കുന്നത് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് കോർണറിംഗ് ആണെന്നോ, അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് പക്ഷെ അത് പല എക്സ്ട്രീമും കടന്നു പോകുന്നില്ലേ? ഇപ്പോ അത് അദ്ദേഹത്തിന്റെ പേര് വ്യംഗ്യമായി ഉപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ ജിഹാദി ഫണ്ട് മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള വളരെ എക്സ്ട്രീമായി ഞാൻ വളരെ ഒരിക്കലും ഒരു സഭ്യമായ ഒരു സദസ്സിലിരുന്ന് പറയാൻ കൊള്ളാത്ത രീതിയിൽ അദ്ദേഹത്തിന് ചീത്ത വിളിക്കുന്ന റൈറ്റ് വിങ് ഹാൻഡിലുകളിലുള്ള പ്രൊഫൈലുകൾ ഞാൻ കാണുകയുണ്ടായി. അത് ഏറ്റവും മോശമായി പറഞ്ഞു. അതിനെയൊക്കെ നമുക്കൊരു ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പൊ സാറിനെയോ എന്നെയോ ക്രിട്ടിസൈസ് ചെയ്യാം. ഇവിടെ ആർക്കും അതിന് സാർ പറഞ്ഞ അഭിപ്രായത്തെ പൂർണ്ണമായി ഞാൻ താങ്കളുടെ അഭിപ്രായം പറയാനുള്ള അതിനെ ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് പോകുന്ന സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്ന വളരെ അട്രോസിറ്റി, അല്ലാതെ നമ്മുടെ ഫാമിലിയെ കൂടി ഇൻക്ലൂഡ് ആവുന്ന ഇതിനെ നമുക്കൊരു വിമർശനമായി കണക്കാക്കാൻ പറ്റുമോ? ഇല്ല, അത് എത്രത്തോളം ആൾക്കാരുണ്ട്, അത് ഫ്രിഞ്ചാണ്. ഫ്രിഞ്ച് എല്ലാ കാര്യത്തിലും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് കങ്കണ റനോട്ടിനെ വളരെ ദുർബലയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനം കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നുണ്ടാകുന്ന സമയത്ത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ അധികാരം ഏറ്റെടുക്കുന്ന ആദ്യ സമയത്ത് മാത്രമാണ് അവർക്ക് ഈ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ദൗർബല്യം ഉണ്ടായിരുന്നത് എന്നും അവർ ട്രൂലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നുവെന്നും പിന്നീട് അവർ വളരെ ബോൾഡായി വന്നു എന്ന രീതിയിലത്തേക്ക് കോൺഗ്രസ് ഹാൻഡിലിൽ നിന്ന് കൃത്യമായ രീതിയിലത്തേക്കുള്ള ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ സിനിമ മേക്കേഴ്സിനെ ചീത്ത വിളിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള സാധനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിന്റെ ബാലൻസ് എവിടെയാണ്? മെജോറിറ്റി എന്താണ്? മെജോറിറ്റി എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് സിഗ്നിഫിക്കൻസ്, റെലവൻസ്, അങ്ങനെയുള്ള ആൾക്കാർ, പ്രേക്ഷകർ, ഇവരുടെ മെജോറിറ്റി അഭിപ്രായം എന്ന് പറയുന്നത് പൃഥ്വിരാജിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കല്ല. ഇനി ഈ ഫണ്ടിങ് ഉണ്ട് എന്ന രീതിയിലത്തേക്കോ മോശമാണ് എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ BJP തന്നെ എടുത്ത് നോക്കൂ. BJP-യുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം എന്താണ്? നോക്കൂ, ഈ സിനിമ ഞാൻ കാണുന്നില്ല, കാരണം ഈ സിനിമ എനിക്ക് പറ്റുന്ന രീതിയിലത്തേക്കുള്ള പ്രമേയമല്ല എന്ന് അദ്ദേഹം പറയുന്നു. സിനിമയായിട്ട് കാണുക, നിങ്ങൾ സിനിമ എടുക്കുന്നെങ്കിൽ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് സംഘപരിവാറിനെ ആദ്യമായിട്ടല്ല നമ്മുടെ നാട്ടിൽ ഒരു സിനിമ ക്രിറ്റിസിസം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് MT രമേശിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫ്രിഞ്ചിനെ മാത്രം നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിലും ഒരു ബാലൻസ് വേണം. ആ ഫ്രിഞ്ചാണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ MT രമേശാണോ BJP പോലെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് പോലും, അല്ലെങ്കിൽ ഈ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റെലവൻറ്റ് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ എല്ലാ രീതിയിലത്തേക്കുള്ള ആക്ഷേപങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞത് അൺടുവേർഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഈ വിഷയത്തിൽ ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരു ഭീഷണി ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം പോലും ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇനി ഇതിൽ ഗ്രേ ഏരിയ ഏതാണുള്ളത്? ഇതിലെ പ്രധാനപ്പെട്ട ഗ്രേ ഏരിയ ഇന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണത്തിൽ പോലും പൂർണ്ണതയില്ലാതിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നത് ലാലേട്ടൻ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടോ എന്നാണ്. എന്താ മറുപടി? അദ്ദേഹം ആ ചോദ്യത്തിനെ ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്നില്ല. ഈ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ ഉണ്ടായിട്ടില്ല, ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രമേയം കാണാനായിട്ടുള്ള ഒരു എൻഡ് ടു എൻഡ് ഒരു ആവിഷ്കാരം കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്. രണ്ടാമത്തെ കാര്യം,
മോഹൻലാൽ ഇത് അത് കേട്ടിട്ടുണ്ട്. എത്ര കണ്ടത് സത്യസന്ധമാണ് വെച്ചാൽ ഫാക്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ടേമിനെ തന്നെ എടുക്കുകയാണ്. കാര്യം ഇതൊരു ചെറിയ സിനിമയല്ലല്ലോ സാർ. കോടികൾ ഇറക്കുന്ന ഒരു സിനിമ. ഇതൊരു ടീം വർക്ക് ആണ്. വർഷങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ ആണ്. ഡെഫിനറ്റ്ലി അതിന്റെ തിരക്കഥ, കഥ, അതിന്റെ പ്ലോട്ട് ഇതൊക്കെ അവിടെ നമ്മൾ ഡിസ്കഷൻസ് ഉണ്ടാവില്ലേ? അവിടെ Exactly. നമ്മൾക്ക് അവിടെ റിവ്യൂ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി അത് വസ്തുതയിൽ എടുത്താൽ തന്നെ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് അഭിനയിച്ച പാർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ടിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകാതിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. എക്സാക്ട്ലി. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ആ ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് ഉം. പ്രിവ്യൂ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്ട്. ഈ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല. പ്രിവ്യൂ നടക്കുന്ന എപ്പോഴാണ്? സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഇൻവൈറ്റഡ് ഓഡിയൻസ്, ഇവരെല്ലാവരും കൂടി ഒരു തിയേറ്റർ എടുത്തതിന് ശേഷം ആ തിയേറ്ററിൽ ഈ ഷോ റൺ ചെയ്യുന്നതാണ് പ്രിവ്യൂ. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്തുള്ള ഗെറ്റ്സ് അറ്റ് ബേബി ഒക്കെ സിനിമകളുടെ പ്രിവ്യൂ ഒക്കെ നമ്മൾ കണ്ടാണ്. മോഹൻലാൽ തന്നെ അറ്റൻഡ് ചെയ്യുന്ന പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. ഫോർ എ ഫാക്ട് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല. ഇത് ഒരു ഫാക്റ്റാണ്. രണ്ട്, ശ്രീ മോഹൻലാൽ ഈ സിനിമ കഥ അറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആന്റണി പറയുന്നത് എന്താണ്? അദ്ദേഹം കഥ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് കഥ അറിയാം, മറ്റുള്ള എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഒറ്റ ഫൈൻ പോയിന്റ്, ഒറ്റ ചോദ്യം അദ്ദേഹത്തിനടുത്ത് പ്രിസൈസ് ആയിട്ട് ചോദിക്കണം. മോഹൻലാലിന് ടു വാട്ട് ഡീറ്റെയിൽ ഈ സിനിമയെ പറ്റി അറിയാമായിരുന്നു, കഥയെപ്പറ്റി അറിയാമായിരുന്നു? ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു കലാപം എന്ന രീതിയിൽ മാത്രമാണോ അദ്ദേഹത്തിന് അറിയാമായിരുന്നത്, അതോ 2002 ഗുജറാത്ത് കലാപം എന്ന രീതിയിലാണോ അദ്ദേഹത്തിന് അറിയാമായിരുന്നത്? ഇതിൻ്റെ മറുപടി അവർ പറയട്ടെ. ഞാൻ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി ഈ സിനിമയുടെ മേക്കേഴ്സ് പറയണം. പൃഥ്വിരാജ് എങ്കിൽ പൃഥ്വിരാജ്, മുരളി ഗോപി എങ്കിൽ മുരളി ഗോപി, ആന്റണി പെരുമ്പാവൂർ എങ്കിൽ ആന്റണി പെരുമ്പാവൂർ. അവർ പറയേണ്ടത് കഥ അറിയാതെ എന്തായാലും ഒരു നടനും അഭിനയിക്കില്ല, അല്ലേ? ഈ സിനിമ അതിൻ്റെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറിയിൽ ഒരു കലാപം കാണിക്കുന്നുണ്ട്. ആ കലാപം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കലാപമാണ്. ആ കലാപം ഷൂട്ട് ചെയ്ത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഗുജറാത്ത് കലാപമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു റെഫറൻസ് അല്ല, ഇവര് പറയുന്നില്ല. ഈ തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ സിനിമയിൽ എവിടെയും അത് എഴുതി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് ഇത് പറയാതെ പറഞ്ഞ് മനസ്സിലാവുന്നതാണ്. എനിക്ക് അതിന്റെ ട്രെയിൻ കത്തിക്കുന്ന സീൻ കാണുമ്പോൾ ഗോദ്രയാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഉള്ളത് കൊണ്ട് മനസ്സിലായി. ഇതൊരു ഡോക്യുമെന്ററി ഒന്നുമല്ലല്ലോ. മോഹൻലാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഫാക്ടറി വെച്ചാൽ തന്നെയും ഇതും ഒരു സ്റ്റോറിയാണ്, നമുക്ക് അങ്ങനെ അല്ല എന്നും പറയാം എന്നാണോ മനസ്സിലാവുന്നത്? നോക്കൂ, രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കേവലം ഒരു സ്റ്റോറി മാത്രമായിരുന്നുവെങ്കിൽ അതിൽ ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എഡിറ്റ്സ് ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ആരുടെയും സമ്മർദ്ദത്തിന് വിധേയമാകാതെ, ആരുടെയും ഭീഷണി ഇല്ലാതെ, ആരും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യൂ എന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടാതെ അവർ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അവർക്ക് പൂർണ്ണമായ കൺവിക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ തന്നെ എഡിറ്റിന് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്. രണ്ട്, ഈ പറയുന്ന സംഭവം, അതായത് ഇത് നേരത്തെ തന്നെ ഈ രീതിയിലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണെങ്കിൽ, അഥവാ അത് ഗുജറാത്ത് കലാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സീക്വൻസ് ആണ്. വർഷം ഏതാണ്? ഇത് നടക്കുന്ന വർഷം എന്താണ്? അത് സിനിമയിൽ കാണിക്കുന്നില്ലേ? ഏത് വർഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിലൊരു ട്രെയിൻ ഇൻസിഡന്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള കലാപം കാണിക്കുന്നുണ്ട്. വേണ്ട, അതുമായി ബന്ധപ്പെട്ട പേപ്പർ കട്ടിങ്സ് കാണിക്കുന്നുണ്ട്. പേപ്പർ കട്ടിങ്സ് എവിടെയാണ്? പേപ്പർ കട്ടിങ്സ് വ്യാജമാണോ? അപ്പോൾ അതിൽ ഡയറക്റ്റ് റെഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഡയറക്റ്റ് റെഫറൻസോട് കൂടി ലാലേട്ട നമ്മൾ എടുക്കാൻ പോകുന്നത് ഗുജറാത്ത് കലാപമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതുമാത്രമാണ്. അതായത് നമ്മുടെ നാട്ടിലെ സിനിമകളിൽ കലാപം ഉണ്ടാകുന്ന, കലാപം ചിത്രീകരിച്ചിരിക്കുന്ന എത്രയോ സിനിമകളുണ്ട്, അല്ലേ? അങ്ങനെയുള്ള നിരവധി സിനിമകളുണ്ട്. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം തന്നെയാണ്. അതിലൊന്നും തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളില്ല. ഫിക്ഷനായിട്ട് നമുക്ക് ചെയ്യാം, ഇനി റിയൽ ഇൻസിഡന്റ് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെ, ഒരാശയത്തിനെ, ഒരു മതവിഭാഗത്തിനെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വിദ്വേഷത്തോടെ കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് എങ്കിൽ, അങ്ങനെയാണല്ലോ മോഹൻലാലിന്റെ പോസ്റ്റിലെ വാക്കുകൾ, അങ്ങനെയാണ് എങ്കിൽ താൻ അതിനോട് സഹകരിക്കാൻ തയ്യാറല്ല, തൻ്റെ സിനിമാ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ശ്രീ മോഹൻലാൽ പറയുമ്പോൾ അത് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ പറയാതെ പറയുന്നത്, ഈ ഇൻസിഡന്റ് ആണ് എന്ന് എനിക്ക് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഥ അറിയാമോ എന്നുള്ളതല്ല ആന്റണി പെരുമ്പാവൂരിനോടോ പൃഥ്വിരാജിനോ ചോദിക്കേണ്ടത്. നിങ്ങൾ ഈ ഇൻസിഡന്റ് 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതിനാണ് മറുപടി ഉണ്ടാകേണ്ടത്. അല്ലാതെ വെറുതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാം. ഞാൻ പറഞ്ഞത് ഈ ഒരു സ്പെസിഫിക് പോയിന്റ് ആണ്. എന്നിട്ട് നിങ്ങൾ ഇതിനെ എൻഡ് ടു എൻഡ് മോഹൻലാലിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ മല്ലിക സുകുമാരൻ പറയുന്ന ഒരു കാര്യം സിനിമാ ഫീൽഡുമായി ബന്ധമുള്ള പരിചയമുള്ള ഒരാളും അംഗീകരിക്കുന്ന കാര്യമല്ല. ഗുജറാത്തിൽ വെച്ച് ഞാൻ മോഹൻലാലിനെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണമ്മ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. എത്രത്തോളം കാണിക്കാൻ പറ്റും? ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് സീൻ നമ്പർ 1 മുതൽ അവസാന സീൻ വരെ ഒരു കണ്ടിന്യൂസ് ഓർഡറിലല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ എന്തുവരെ എടുത്തു, എന്താണ് കാണിച്ചത്? ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന 30 ദിവസം ഷൂട്ട് ചെയ്തെങ്കിൽ ഈ 30 ദിവസത്തെയും ലൈവ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് പെൻഡ്രൈവിൽ കൊണ്ട് നടക്കുകയാണോ സംവിധായകൻ? ഒന്നുമല്ല. നിങ്ങൾക്ക് ആ സമയത്ത് എടുത്തിരിക്കുന്ന സീൻസ്, തൊട്ട് തലേന്ന് എടുത്തിരിക്കുന്ന സീൻസ്, ലൈവ് എഡിറ്റ് ചെയ്തിരിക്കുന്ന, സ്പോട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന സാധനം ഇതൊരാളിനെ കാണിച്ചു കൊടുക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നിങ്ങൾക്ക് ഇതൊന്നും കഴിയില്ല. ഏത് സമയത്താണ് ഈ കലാപം ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ആർക്കാ അറിയാവുന്നത്? അതാരാ കൺഫേം ചെയ്യേണ്ടത്? ആ സിനിമക്കാരാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ വാക്കുകൾ കൊണ്ട് പറയുക, അത് ലാലേട്ടൻ അറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞത് ടു വാട്ട് ഫൈൻ ഡീറ്റെയിൽ നിങ്ങൾക്കറിയാം. ഈ കാര്യത്തിനെ പറ്റി എന്തുകൊണ്ടാണ് പറയാത്തത്? മോഹൻലാലിനെ പോലെ ആർക്കും ഒരു വിദ്വേഷം ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ലാത്ത ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതായത് ഇവർ ഒളിച്ചു കടത്തിയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണോ സർ പറയുന്നത്? അതായത് സിനിമയിൽ ഒളിച്ചു മനഃപൂർവ്വമായി കടത്തില്ല. അല്ല, സിനിമയിൽ സിനിമയിൽ ഒളിച്ചു കടത്തില്ല. ലാലേട്ടനെ അടുത്ത് നിന്നും ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എങ്ങനെ അഭിനയിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തെ കബളിപ്പിച്ചു അല്ലെങ്കിൽ ഒളിച്ചു കടത്തി എന്നൊരു രീതിയിലാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണോ? അല്ല, അല്ലെങ്കിൽ തിരുത്താം. ഇപ്പോ മേജർ രവി അടക്കമുള്ള ആൾക്കാരുടെ അഭിപ്രായം നമ്മുടെ മുന്നിലുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന നിലയ്ക്കാണ് മല്ലിക സുകുമാരനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. എന്ന് വെച്ചാൽ അത് പോയിന്റ് ചെയ്യുന്നത് ലാലേട്ടന് ഈ സ്ക്രിപ്റ്റിന്റെ ഫൈനർ ഡീറ്റെയിൽസിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ ഇങ്ങനെ എൻഡ് ടു എൻഡ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ഇരുന്ന് വായിച്ച് അങ്ങനെ അഭിനയിക്കുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഥയെ പറ്റി അറിയാം, അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ചെയ്യുന്നു. ഈ സിനിമയിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ഖുറേഷി എബ്രാം എന്ന് പറയുന്ന കഥാപാത്രത്തിനോ എവിടെയെങ്കിലും അദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു റോളിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ടോ? ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടുള്ള ഒരു റെഫറൻസ് അത് അദ്ദേഹത്തിന്റെ ഡയലോഗിലുണ്ടോ? ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഇതെനിക്ക് അറിവില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലത്തേക്കുള്ള പോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ഞാൻ ആരോടും ആരോപണം ഉന്നയിക്കുകയല്ല, നിങ്ങളിത് മോഹൻലാലിനോട് പറഞ്ഞില്ല എന്ന് പറയുകയല്ല, മറിച്ച് പ്രിവ്യൂ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ആന്റണി കൃത്യമായി മറുപടി പറയുന്നില്ല. ആ ചോദ്യത്തിന് പ്രിവ്യൂ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ, എന്തുകൊണ്ട് സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായില്ല എന്നുള്ള ഒരു ചോദ്യം, ടു വാട്ട് എക്സ്റ്റെന്റ് ഈ കഥയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന കലാപം ഇന്ന രീതിയിൽ ഇന്നതുപോലെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റെഫറൻസ് കൊടുത്തിരുന്നോ? ഈ കാര്യങ്ങളെ പറ്റി അവർ പറഞ്ഞാൽ മതി. ഇത് ചോദ്യമാണ്, അല്ലാതെ ആരോപണമല്ല. അറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മേജർ രവിയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നാട്ടുകാരെ എല്ലാം വിളിച്ച് സിനിമ കാണാൻ വരണം എന്ന് നമ്മൾ ഇവരെ വിശ്വസിച്ച് പോകുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരു പബ്ലിക്കായി മറുപടി പറയേണ്ടതുണ്ട്. സർ, എന്റെ അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോ ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അതിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന ടേമിന് ഇനി എത്രത്തോളം റെലവൻസ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോ ഈശോ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിസ്തീയ സംഘടനകൾ രംഗത്ത് വരുന്നു. ഇപ്പോ ഇത് എമ്പുരാൻ കണ്ട സമയത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു കാര്യം വരുമ്പോൾ അവിടെ ഇസ്ലാം മത വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പ്രശ്നത്തിലുണ്ടാകുന്നു. അപ്പം എന്റെ ചോദ്യം, ഇപ്പൊ സബർമതി എക്സ്പ്രസ് പോലുള്ള സിനിമകളിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പരാമർശമേ ഇല്ല, അവിടെ ഒരു സിംഗിൾ നറേഷൻ ആണ് വരുന്നത്. ഇങ്ങനെ ബോംബെ സിനിമ ഇതിനെ ഇറക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സർ, എന്റെ ചോദ്യം, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾ, അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നിടങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുകയും അത് ഞമ്മന്റെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടേതാകുന്ന സമയത്ത് നീ അത്രയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സൈഡ് കൂടി ഇവിടെയുണ്ട്. അതിനോടുള്ള താങ്കളുടെ ഒരു ആകെ മൊത്തം ടോട്ടലുള്ള ഒരു കമന്റ് എന്താണ്? അല്ല മനുജ, ഇതില് നമുക്ക് ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസ പ്രമാണമാകാം, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രവുമായിട്ടാകാം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനമായിട്ടാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങളാകാം. നമ്മൾ ഒരു ഓർഗനൈസേഷനിലും ഇല്ല എന്ന് കരുതിക്കോ. ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ ഇല്ല, ഒരു എത്തീസ്റ്റ് ഓർഗനൈസേഷനിലില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മളില്ല. സ്റ്റിൽ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലും ബോധ്യമുണ്ടാകും, അല്ലേ? അമ്പലത്തിൽ പോകണോ, റൈറ്റ് വിങ് ഐഡിയോളജി നല്ലതാണോ അല്ലയോ, ആരോഗ്യ മേഖലയിൽ പിന്നെ സർക്കാരുകളുടെ ഇടപെടലുകൾ ഉണ്ടാകണോ, ഇങ്ങനെ ഓരോ വിഷയങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടാകും. ഈ അഭിപ്രായത്തിനെ എല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ട് അതിനൊരു സിംഗിൾ പാറ്റേൺ ആകുന്ന സമയത്താണ് അത് സെൻട്രിസ്റ്റ് ആകുന്നത്, റൈറ്റ് ആകുന്നത്, ഫാർ റൈറ്റ് ആകുന്നത്, ലെഫ്റ്റ് ആകുന്നത്, ഫാർ ലെഫ്റ്റ് ആകുന്നത് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊരു പൊസിഷനാണ്. ഈ പൊസിഷൻ ഉണ്ടായതിനു ശേഷമാണ് സ്പെക്ട്രം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അതൊരു ഫാക്റ്റാണ്. നമ്മുടെ എല്ലാവരുടെയും ഇരട്ടത്താപ്പ്, ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം, ആ സാധനം വരുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം നിൽക്കുകയും അതല്ലാത്ത ഒരു സാധനം വരുന്ന സമയത്ത് അതിനെ എതിർക്കുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പറയുന്നതാണ് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത, സംഘപരിവാർ ഫാസിസം. ഇതേ കാര്യങ്ങൾ ഇന്ന് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ
മുമ്പ് പല സിനിമകളിലും ഇതേ കാര്യം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാം, കേരള സ്റ്റോറി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയം, അതിൽ കാണിച്ചിരിക്കുന്ന ഇൻസിഡന്റ്, പി.ടി. തോമസിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കേരള നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി വായിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഞാനൊരു ചാനൽ ചർച്ചയിലടക്കം നിയമസഭാ രേഖകളിൽ നിന്ന് എടുത്തു വായിച്ചതാണ്. അതിന്റെ എൻഡ് ടു എൻഡ് സാധനമാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സിനിമയുടെ പ്രമേയം. ആ സിനിമയെ എതിർത്തത് എന്തിന്റെ പേരിലാണ്? 32,000 കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ ലൈൻ ആ സിനിമയിൽ പറയുന്നതിന്റെ പേരിൽ ഈ സിനിമ പ്രൊപ്പഗൻഡ സിനിമയാണ് എന്ന് പറഞ്ഞു. മറിച്ച് അതിന്റെ പ്രമേയം, അതിന്റെ ഉള്ളടക്കം എന്നത് ഈ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ വായിച്ചിരിക്കുന്ന സഭാരേഖകളിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ശരി എങ്കിൽ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളങ്ങ് വിട്ടുകൊടുത്തോളൂ. വിട്ടുകൊടുത്തോ? ഇല്ല, എതിർത്തു. കാശ്മീർ ഫയൽസ്, കാശ്മീരി ഹിന്ദു എക്സോഡസ് എന്ന് പറയുന്നത്, കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഭാഗത്തിനെ സിനിമയാക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള നമ്മൾ കേൾക്കുന്ന എല്ലാ കഥകളും അതിൻ്റെ വീര്യത്തോടു കൂടി പോലും ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സിനിമയിൽ അത് വരുന്ന സമയത്ത് ഉടനെ ആൾക്കാർ പറയുന്നു, നോക്കൂ അത് പ്രൊപ്പഗൻഡ സിനിമയാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനോട് അത് ചേർന്ന് നിൽക്കുന്നില്ല. ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ അടക്കം, ശ്രീ ഇ പി ജയരാജൻ അടക്കം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം, മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഈ സിനിമയ്ക്ക് എമ്പുരാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറെ പഴയ കാലത്തല്ല TP51 എന്നൊരു സിനിമ വന്നിരുന്നപ്പോൾ അതിന് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇവിടെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് തിയേറ്ററുകൾ കത്തിക്കും എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപം ഉണ്ടായിരുന്നതൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ചിന്തയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രിസ്തീയ വിരോധിയാണെന്ന് കരുതിക്കും. അങ്ങനെയാണെങ്കിൽ ഈശോ എന്ന സിനിമയെ ഞാൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. എന്താ ഇതിൽ കുഴപ്പം എന്ന് പറയും. എന്നിട്ട് കൃഷ്ണനെ മോശമായി കാണിക്കുന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വന്നിട്ട് പറയും, അതൊന്നും പറ്റില്ല എന്ന് പറയും. ഇത് ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ട്, സിനിമക്കാർക്കും ഉണ്ടെന്നേ. സിനിമക്കാർക്ക് ആ ഇരട്ടത്താപ്പ് ഇല്ല എങ്കിൽ ഈ സിനിമയിലെ ബാലൻസ്ഡ് ആയിട്ട് കാണിക്കാം. നിങ്ങളുടെ കഥാതന്തു പൂർണ്ണമായും ഫിക്ഷൻ ആകുമ്പോൾ പോലും അതിലെ ചരിത്രപരമായിട്ടുള്ള ഒരു റെഫറൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ബാലൻസ്ഡ് ആയിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതിന്റെ എഡിറ്റിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എന്താ? അതിന്റെ എഡിറ്റ് സമ്മറി ഞാൻ വായിച്ചു. ആ എഡിറ്റ് സമ്മറി വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഈ തീവ്രമായി കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് കുറയ്ക്കാനും ട്രിം ചെയ്യാനും റിമൂവ് ചെയ്യാനും എല്ലാം പറഞ്ഞിരിക്കുന്നതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റുകളും കാര്യങ്ങളും നടക്കുന്നു, അങ്ങനെയുള്ള ഈ കോൺവെർസേഷൻസ് നടക്കുന്നു. ഇതിനെയൊക്കെ തന്നെയാണ് മാറ്റാനായിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിഭാഗത്തിന് പ്രശ്നമാണ് എന്ന രീതിയിലേക്കുള്ള തോന്നൽ. ഈ സിനിമ എഴുതുന്ന സമയത്ത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി പോട്ടെ, ഇത് എഴുതിയിരിക്കുന്ന മുരളി ഗോപിയുടെ തന്നെ 1 വർഷം പഴക്കമില്ലാത്ത ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റിലോ മറ്റോ അവർ എടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ അദ്ദേഹം ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടനെ അത് സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അത് നടക്കണമെന്നില്ല. ഫിക്ഷൻ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഫിക്ഷനാണ് എന്ന രീതിയിലേക്ക് അംഗീകരിക്കാം. അതല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളൊരു സിനിമാ പ്രമേയമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് അത് മിണ്ടാതിരുന്ന് കണ്ടുകൊള്ളു പോകണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിനെതിരെ വിമർശനമുണ്ടാകും, അഭിപ്രായമുണ്ടാകും, അഭിനന്ദനമുണ്ടാകും. അപ്പോൾ ഈ അഭിനന്ദനം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് അതിലൊരു വിശദീകരണം നൽകണമെങ്കിൽ അതിന് തയ്യാറാകാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. കലാകാരൻ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ അതിനോട് തന്നെ ചേർത്ത് വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഉത്തരവാദിത്തമുള്ള കലാകാരനാണെങ്കിൽ ഒളിഞ്ഞിരിക്കില്ല, നായക നടൻ പറയുന്ന പ്രസ്താവനയുടെ പിന്നിൽ മറഞ്ഞിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രതികരിക്കുന്നത് മറ്റുള്ള ആൾക്കാരായിരിക്കില്ല, അവർ തന്നെ ആയിരിക്കണം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആരാണ് പ്രതികരിക്കേണ്ടത്? അതതിൻ്റെ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ സംവിധായകനാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതും. സംവിധായകൻ തന്നെ പറയട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമ എൻഡ് ടു എൻഡ് ഒരു പ്രിവ്യൂ ലാലേട്ടന് കൊടുത്തിട്ടുണ്ടോ? ലാലേട്ടൻ്റെ ഇമേജ്, ലാലേട്ടൻ്റെ അദ്ദേഹത്തെ ഏറ്റവും വർഷിപ്പ് ചെയ്യുന്ന ഫാൻ ബോയ് ആണ് ഞാൻ എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഫാൻ ബോയ് പറയട്ടെ, ഞാൻ ഇത് എൻഡ് ടു എൻഡ് ലാലേട്ടനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രിവ്യൂ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കഥാതന്തു ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് ഗുജറാത്ത് റൈറ്റ്സ് ആണ് എന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞു കൊടുത്തത് എന്ന് അദ്ദേഹം പറയട്ടെ. അതല്ല എങ്കിൽ മോഹൻലാൽ എന്ന വ്യക്തിക്ക്, നടന് ഉണ്ടായിരിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ സിനിമ ഒരു സാമൂഹ്യ ഭിന്നത ഉണ്ടാക്കരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യമുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ ഒരു ഖേദപ്രകടനം എന്ന് പറയുന്നത് ഈ മറ്റുള്ള ആൾക്കാരുടെ ഗിമ്മിക്കുകളുടെ എല്ലാം മുകളിൽ നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർത്തും വ്യക്തമാണ് ശ്രീജിത്ത് പണിക്കർ. അതായത് ഒരു ജനാധിപത്യ വേദിയിൽ നമുക്കിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് അതിനെ ചരിത്രത്തിൽ സിനിമയിൽ അത് ഡിപിക്ട് ചെയ്യുന്ന സമയത്ത് ബാലൻസ് വേണമെന്ന് താങ്കൾ പറയുന്നതിന് ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ അഭിപ്രായവും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചോദ്യങ്ങളുടെ ഭാഗമായി. അപ്പം ഇങ്ങനെയുള്ള വേദികൾ തന്നെയാണ് വേണ്ടത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളാണ് സിനിമയുടെ
കപ്പിത്താൻ അദ്ദേഹം മൗനം വെടിയണം എന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും താങ്കളോട് യോജിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം കാരണം ഞാൻ ഒരുപാട് വേദികളിൽ അദ്ദേഹം നിന്നുകൊണ്ട് നമ്മളോട് സിനിമ കാണാൻ വരണം എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിപ്രായം പറയണം. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം എന്ന് മാത്രമല്ല, ഇതൊരു ഉത്തരവാദിത്വം കൂടി ആവുന്ന സമയത്ത് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിന് വാലിഡിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അവരുടെ തക്കുട് രാഷ്ട്രീയവും ഇഷ്ടമുള്ള ഇടങ്ങളിലുമൊക്കെ എല്ലാവരും ബയാസ്ഡ് ആണ് എന്നുള്ളതാണ് ആകെ തുകയിൽ മനസ്സിലാവുന്നത്. എന്തായാലും ഒരുപാട് നന്ദി ശ്രീ പണിക്കർ മറുനാടോട് സംസാരിച്ചു. താങ്ക് യു.